ഹൈപ്പോതൈറോയിഡിസം എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. എന്നാൽ ഇതിൻ്റെ ഒരു ഡിഫറൻഷിയേറ്റ് പറയാൻ വേണ്ടിയിട്ട് ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം. ഡോക്ടർ തൃഷ്ണ, സമത്വം നാച്ചുറോപ്പതി മെഡിക്കൽ സെൻറ്റർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു അനീഷ. ഡോക്ടർ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരും കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ഞാൻ അന്ന് തന്നെ ചോദിച്ചിരുന്നു, ഹൈപ്പോ തൈറോയിഡിസവും ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ടെന്ന്. ഡോക്ടർ, ആ ഒരു ഡിഫറൻസ് പറഞ്ഞ് തന്നെ നമുക്കങ്ങ് തുടങ്ങാം. ഓക്കെ. അപ്പം ഹൈപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹൈപ്പർ എന്നുള്ള വാക്കിനർത്ഥം തന്നെ കൂടുതൽ എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സിംറ്റംസ്, എങ്ങനെയാണ് നമുക്കത് അതിന്റെ കാരണവും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം അല്ലെ, അമിതമായാലും അല്ല അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ. അപ്പം ഹൈപ്പർ തൈറോയിഡിസത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ അത് തിരിച്ചറിയുന്നത് സിംറ്റംസ് വൈസ്. ഒരു ഹൈപ്പർ തൈറോയിഡ് ഉള്ള ഒരാൾക്ക് മെലിഞ്ഞ ശരീരമായിരിക്കും മിക്കവാറും. കാരണം അവരുടെ മെറ്റബോളിസം ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ അവർ മെലിഞ്ഞിരിക്കും, എത്ര കഴിച്ചാലും ചിലപ്പോൾ വണ്ണം വെക്കത്തില്ല. നമ്മൾ പലപ്പോഴും ഒരു ഭാഗ്യമായിട്ടൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ അണ്ടർലൈൻ ചിലപ്പോൾ ഒരു ഹൈപ്പർ തൈറോയിഡ് ആകാം. അവർക്ക് പിന്നെ കണ്ണിങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്ന എക്സ് ഓഫ് താൽമസ് എന്ന് പറയും, അതിങ്ങനെ ഉണ്ട കണ്ണിങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്ന ഒരു ഫീച്ചർ വരാം. പിന്നെ കൂടാണ്ട് നമുക്ക് വേറെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വെച്ചാൽ ചിലപ്പോൾ ലൂസ് മോഷൻ ഫ്രീക്വന്റ് ആയിട്ട് വരാം. കാരണം ഈ തൈറോയിഡിന്റെ ഒരു ഫംഗ്ഷനും അതാണ്, പല ആക്ടിവിറ്റീസിനും ശരീരത്തിൽ കൂട്ടുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പാൽപിറ്റേഷൻ, അതായത് ഹൃദയത്തുടിപ്പ് കൂടുന്ന ടെക്കിക്കാർഡിയ നമുക്ക് വരാം. അപ്പം ചില ആൾക്കാർ പറയില്ലേ, വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് പടപട അടിക്കുന്ന കാര്യം തോന്നുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു ലക്ഷണമാകാം. അതേപോലെ തന്നെ ഹീറ്റ് ഇൻടോളറൻസ്, അതായത് നമുക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തണുപ്പൊട്ടും സഹിക്കാൻ പറ്റില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതില്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ കാര്യത്തിലും ഫാസ്റ്റ് ആയിരിക്കും. ഭയങ്കര വെപ്രോളം, ആങ്സൈറ്റി ഉണ്ടാവും. അവർക്ക് വെറുതെ ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര വെപ്രോളമായിരിക്കും. കാരണം ഇവരുടെ ആക്ടിവിറ്റി എല്ലാം കൂടുതലാണ്. ശരീരത്തിന്റെ ആക്ടിവിറ്റി കൂടുന്നതോടൊപ്പം മനസ്സിന്റെ ആക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ചില ആൾക്കാരെങ്കിലും നമ്മൾ വിചാരിക്കും, ചില ആൾക്കാർക്ക് രാവിലെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ അല്ലെ വർത്താന സ്പീഡില് ചിലപ്പോൾ അവർക്കൊരു ഹൈപ്പർ തൈറോയിഡ് ആകാം. അപ്പൊ അത് നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി ഹൈപ്പർ തൈറോയിഡിസം വരുന്ന കാരണം എന്താണ്? പലപ്പോഴും ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഹൈപ്പോതലാമസ്, പിന്നെ പിറ്റ്യൂട്ടറി എന്നുള്ള സെക്രീഷൻ, അത് കഴിയുമ്പോഴത്തേക്കാണ് ഗ്രന്ഥി എന്നുള്ള സെക്രീഷൻസ് വരുന്നത്. പക്ഷെ TSH, അതായത് നമ്മുടെ ഹൈപ്പോ തലാമസിന്നോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിന്നോ വരുന്ന മെസ്സേജ് കറക്റ്റ് അല്ലെങ്കിൽ പോലും ബോഡി വിചാരിക്കുന്ന എന്താ, വീണ്ടും വേണമെന്ന് പറഞ്ഞ് വീണ്ടും സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പലപ്പോഴും നമുക്ക് T3 T4 കൂടുതലായിരിക്കും, TSH കുറവായിരിക്കും. ഇത് നമുക്ക് ബ്ലഡിൽ കാണാൻ പറ്റും. പക്ഷെ വേറൊരു കാറ്റഗറി ഉണ്ട്, ഒരു ഇൻഫ്ലമേറ്ററി ടൈപ്പ്. അതിന് നമ്മൾ പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് എന്നാണ്. അപ്പോൾ അതും ഒരു ഹൈപ്പർ തൈറോയിഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്, തൈറോയിഡൈറ്റിസാണ്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലും ഇൻഫ്ലമേഷനാണ് കാരണം. പക്ഷേ ഇൻഫ്ലമേഷന് രണ്ട് മുഖമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ഫേസ് ഓഫ് ഇൻഫ്ലമേഷനിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ കോശങ്ങൾ ഭയങ്കര ഹൈപ്പറായിട്ട് വർക്ക് ചെയ്യും. കാരണം ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഫേസിൽ നമ്മൾ പലപ്പോഴും അതിനെ ഒരു ഹൈപ്പർ തൈറോയിഡ് പിക്ചറായിട്ടാണ് കാണുക. അപ്പോഴാണ് നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആ ഫീച്ചേഴ്സ് കാണുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികം, ഇപ്പം ഗ്രന്ഥിയിൽ വീക്കവും വരാം, നമ്മൾ രണ്ടിലും ഗ്രന്ഥിയിൽ വീക്കം വരാം, മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ ശരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യണം, കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കലി. പിന്നെ നമുക്ക് ഈ ഗ്രന്ഥിയിൽ വീക്കം വരുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യും, ഗ്രന്ഥി വലുതാകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നോഡ്യൂൾസ് ആയിട്ടും ചിലപ്പം അതിൽ കാണാം. അപ്പോൾ ഒരു സിംഗിൾ നോഡ്യൂൾ ആകാം, അല്ലെങ്കിൽ പല ചെറിയ നോഡ്യൂൾസ് ആകാം. അപ്പോൾ സിംഗിൾ നോഡ്യൂളിന് സോളിറ്ററിന്നും മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിലെന്താണ് നമുക്ക് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഹൈപ്പർ ആക്ടിവിറ്റി വരുന്ന സമയത്ത് നമുക്ക് ഈ നോഡ്യൂൾസ് ഒക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് ഒരു കാലഘട്ടത്തിൽ ക്യാൻസറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 6 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അൾട്രാസൗണ്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, ഇതിന് വലിപ്പം കൂടുന്നുണ്ടോ, എണ്ണത്തിന് മാറ്റമുണ്ടോ എന്നൊക്കെ മനസ്സിലായി, അതിൻ്റെ സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. പക്ഷെ പൊതുവേ നമുക്ക് പറയുവാണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് മാത്രമുള്ള ഒരാളാണ്, അൾട്രാസൗണ്ടിൽ ഫൈൻഡിങ്സ് ഒന്നും കാര്യമായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഗെയിൻ ലൈഫ് സ്റ്റൈൽ അതിൽ ഭയങ്കര പ്രധാനമാണ്.
ഞാൻ നേരത്തെയും ലൈഫ് സ്റ്റൈലിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കണമെങ്കിൽ ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, ആന്റി ഇൻഫ്ലമേറ്ററി പാത്വേസ്. അപ്പം ഞാൻ ഇതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചാൽ എല്ലാം ഫാസ്റ്റ് ആണ് ഇവർക്ക്. അപ്പോൾ ഇവരെ സ്ലോ ഡൗൺ ചെയ്യണം. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ ബ്രീതിങ് എക്സസൈസ് ഭയങ്കര ഇഫക്റ്റീവ്. ബ്രീതിങ് എക്സസൈസ്, സ്ലോ ബ്രീതിങ്, ബെല്ലി ബ്രീതിങ് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് നമ്മുടെ വയറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബ്രീതിങ്. അതേപോലെ തന്നെ നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ്, കാരണം ഇവർക്ക് ഭയങ്കര ആങ്സൈറ്റി അല്ലേ. അപ്പോൾ ഇവരുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് റിലാക്സേഷൻ ടെക്നിക്സ് ഇതൊക്കെ ഭയങ്കര ഇഫക്റ്റീവാണ്. അപ്പോൾ സിംറ്റമാറ്റിക്കലി മാത്രമല്ല നമ്മുടെ ഓവറോൾ മെറ്റബോളിസത്തിനെ ഒന്ന് സ്ലോ ആക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ ബോഡിയിൽ യോഗ വളരെ നല്ലതാണ്, ഭയങ്കര നല്ലതാണ് യോഗ ആക്ച്വലി ഈസിൽ. ഇപ്പോഴത്തെ യോഗയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ എക്സസൈസ് മോഡലാണ് ചെയ്യുന്നത്, അത് പറ്റത്തില്ല. യോഗ പോലെ തന്നെ സ്ലോ ആയിട്ട് വിത്ത് അവയർനെസ് വിത്ത് ബ്രീതിങ് തന്നെ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട ലൈഫ് സ്റ്റൈൽ പറയുമ്പോഴത്തേക്ക് ന്യൂട്രീഷൻ നമ്മൾ നോക്കണം. കാരണം ന്യൂട്രീഷണൽ ഫാക്ടേഴ്സും ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഡയറ്റ്, അപ്പോൾ ഡയറ്റിൽ നമ്മൾ ആവശ്യത്തിനുള്ള പോഷകാംശം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതും ഈ ഫംഗ്ഷനെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒമേഗ 3യുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതേപോലെ തന്നെ ഈ ഡയറ്റിൽ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് ക്യാബേജ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ പറയുന്നുണ്ടല്ലോ. അതെ, ഒരു കാലഘട്ടത്തിൽ അത് ഗോയിട്രോജൻ, അതായത് ഗോയിറ്റർ ഉണ്ടാക്കുമെന്നായിരുന്നു എക്സ്പ്ലനേഷൻ ഒക്കെ വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ റിസർച്ച് പറയുന്നത് ഇൻഫ്ലമേറ്ററി ആണെങ്കിൽ ഇത് കൂടുതൽ കഴിക്കണം. പക്ഷേ പച്ചയ്ക്ക് കഴിക്കരുത്, വേവിച്ച് നല്ലോണം വേവിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ്? നമ്മുടെ ദഹന പ്രക്രിയനെ ഇത് മെച്ചപ്പെടുത്തും. അപ്പോൾ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രോക്കലി ഇതൊക്കെ നമുക്ക് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്, നല്ല വേവിച്ച് കഴിക്കണം. അപ്പോൾ അതന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഒന്ന് ഇൻഫ്ലമേഷൻ ആയിട്ടുള്ളതും, പിന്നെ ഒന്ന് ഏതാണ് ഡോക്ടർ? ഒന്ന് നമുക്ക് നമ്മുടെ ഹൈപ്പോതലാമസിന്റെ പിറ്റ്യൂട്ടറിയുടെ ഫംഗ്ഷൻ മൂലം, അതിന്റെ ഒരു അഭാവം മൂലം വരുന്ന ഹൈപ്പർ തൈറോയിഡ് സ്റ്റേറ്റ്, അതാണെങ്കിൽ അതിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് സെക്കൻഡറി ടൈപ്പ് എന്ന് പറയും, ഇത് പ്രൈമറി ടൈപ്പ് എന്ന് നമ്മൾ പറയും. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇതെല്ലാം നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടെത്താൻ പറ്റും. ഓൾമോസ്റ്റ് ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഈ T3 T4 അളവും TSHന്റെ അളവും നമുക്ക് TRH ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിന്റെ ഒരു പിക്ചർ. ഇനി വേറൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് വെച്ചാൽ നമ്മൾ നട്ട്സിന് ഭയങ്കര വലിയ റോളുണ്ട് ഇതിൽ പ്ലേ. നമ്മൾ കഴിക്കുന്ന സീഡ്സും നട്ട്സും, കാരണം ആദ്യം നമുക്ക് ബേസിക് ന്യൂട്രിയൻസ് കിട്ടും, ആന്റി ഓക്സിഡൻസ് കിട്ടും. അപ്പം അവിടെയാണ് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അനീഷ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഗ്ലൂട്ടത്തയോൺ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഗ്ലൂട്ടത്തയോൺ വർക്ക് ചെയ്യുന്ന ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലാണ്. അപ്പം ഓരോ കോശം പ്രവർത്തിക്കുമ്പം കുറേ വേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ കോശങ്ങളിൽ എന്താ നടക്കുന്നത്? ഇപ്പം നമ്മൾ കാറിൽ പെട്രോളോ ഡീസലോ ഒഴിച്ചിട്ടാണ് നമ്മുടെ എൻജിൻ അല്ലേ അതിനെ ബേൺ ചെയ്തിട്ട് നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോശങ്ങളിനകത്ത് നമ്മൾ ഗ്ലൂക്കോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂവൽ എടുക്കുന്നത് അല്ലേ. അതിനാണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസം എല്ലാം ഇമ്പോർട്ടൻറ്റ്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂക്കോസ് അവൈലബിലിറ്റി കുറയുന്നു. അപ്പം ബോഡി സ്മോക്ക് ചെയ്യും. നമ്മളും കറി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ, ആവശ്യത്തിന് സാധനങ്ങളിൽ സ്മോക്ക് ചെയ്യും, ഈവൻ വിത്ത് എൻജിൻ ഓയിൽ ആൻഡ് എവറിത്തിങ്. സോ വാട്ട് ഐ എം സെയിങ് ഇസ്, നമുക്ക് നമ്മുടെ ഈ ഗ്ലൂക്കോസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേറൊരു പാത്വേയിലേക്ക് പോകും. അതിൽ കൂടുതൽ ഡാമേജിങ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകും. ഇതിനാണ് നമ്മൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹം സ്റ്റേബിൾ അല്ല, ഇദ്ദേഹത്തിന് ആരെങ്കിലും ആയിട്ടൊക്കെ അറ്റാക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ പോയി നമ്മുടെ കോശങ്ങളിലെ അതിൻ്റെ മെമ്പറൈനെയൊക്കെ അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഓക്സിഡൈസ് സ്ട്രെസ് അല്ലെങ്കിലും കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ആക്റ്റീവ്, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയമുണ്ടോ? ഇല്ല. മാത്രമല്ല നമ്മൾ 24/7 നമ്മൾ ടോക്സിൻസ് ആയിട്ട് എക്സ്പോസ്ഡാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ചിലപ്പോൾ കെമിക്കൽസ് കാണും, നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ടാകും, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ. അപ്പോൾ ടോക്സിൻ എക്സ്പോഷർ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ബോഡി എപ്പോഴും ഇതിനെ ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത് പുറന്തള്ളാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലായിട്ട് വരും. മൂന്നാമത്തെ കാരണം നമ്മുടെ ഫുഡിൽ ന്യൂട്രീഷൻ കുറവാണ്. പല ആൾക്കാർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അതായത് ഗ്ലൂക്കോസ് ഉണ്ട് പക്ഷെ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ തൈറോയ്ഡ് ഗ്രന്ഥിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ ഒരു ഇൻഫ്ലമേറ്ററി പാത്വേ ഒരു ഹൈപ്പർ തൈറോയിഡിസത്തിലേക്കും പോകാം. അപ്പോൾ നമ്മൾ ഈ ഓക്സിജൻ സ്പീഷീസിന്, അതായത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ ഉപയോഗിക്കണം. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസിൽ നമ്മൾ മെയിനായിട്ട് വൈറ്റമിൻ സി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓറഞ്ച്, നമ്മുടെ നെല്ലിക്ക ഭയങ്കര നല്ല സോസാ ശരിക്കും. അതുകൊണ്ടാണ് പണ്ട് ചെവനപ്രാശമൊക്കെ കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അല്ലേ. അപ്പം നെല്ലിക്കയൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷെ ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ ഈ ഓറഞ്ച്, നെല്ലിക്ക എല്ലാം പുളിപ്പുള്ള ഫുഡാണ് അല്ലേ, ആസിഡിക് ആണ്. അപ്പം
നമുക്ക് ആസിഡ് സെക്രീഷന് പ്രശ്നമുള്ളവരാണെങ്കിൽ അതും കൂടെ കറക്റ്റ് ചെയ്താൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ ഓടിപ്പോയി കുറെ അല്ലേ അതെ അതെ വൈറ്റമിൻ സി കിട്ടിക്കോട്ടെ എന്ന് കിട്ടിക്കണം, വിചാരിച്ചിട്ട്. പക്ഷെ നെഞ്ചിരി നെഞ്ചിരി കാരണം ഹൈപ്പർ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ നെഞ്ചേരി മനസ്സിലായി. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. പക്ഷെ ജനറലി നമുക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡ് നമ്മൾ കഴിക്കണം. വേറെ നമുക്ക് ആന്റി ഓക്സിഡന്റ് എവിടുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ മുരിങ്ങയില, ചീര, അതൊക്കെ ഭയങ്കര നല്ലത്, ആന്റി ഓക്സിഡന്റ് റിച്ച്. മുരിങ്ങേനെ പറ്റി പിന്നെ പറയാൻ ഒരുപാടുണ്ട് സത്യം പറഞ്ഞ, പക്ഷെ അത് നമുക്ക് വേറെ സമയത്ത് പറയാനല്ലേ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ടീനേജ് ഒക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഒരാളുടെ പേഴ്സണാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് വെപ്രാളം ഉണ്ടോ അല്ലേ, അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു അല്ലേ അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് തന്നെ ഇങ്ങനത്തെ റിലാക്സേഷൻ ടെക്നിക്സ്, അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ ഇത് സിവിയർ ആയിട്ടൊരു ഹൈപ്പർ തൈറോയിഡ് സ്റ്റേറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സിവിയർ ആയിട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പം ഗ്രന്ഥി റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും വരാറുണ്ട് പലപ്പോഴും, മനസ്സിലായി. അപ്പോൾ നമുക്ക് അത് ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആദ്യം തന്നെ ചെയ്യുന്നത്.